ഹലോ, ഞാൻ സുനി സജി, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, അങ്ങനെ ബൈബിളിൽ എല്ലാവരും പറഞ്ഞേ, അങ്ങനെയല്ല പറയണ ശിഷ്യന്മാരൊക്കെ പോയി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ നാമം, യേശു എന്ന് പറഞ്ഞ നാമം, അത് എന്താണെന്ന് നോക്കുക. ലോകത്തിൻ്റെ ചരിത്ര പുരുഷനായിട്ട് ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ യേശു, ജീസസ് ആരാന്ന് പഠിക്കുക. നമ്മുടെ ചരിത്ര പുരുഷനാണ്. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ലോകത്തിൻ്റെ രക്ഷകൻ എന്നാണ് വന്നേക്കണേ. ഈ രക്ഷകൻ എന്നാണ് ഇത് ജീവിച്ചിരുന്ന മനുഷ്യൻ എന്താണ് പറഞ്ഞത്, എന്താണ് ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കിക്കുക. അങ്ങനെയാണ് ദൈവം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കേണ്ടേ. അല്ലാണ്ട് ഇന്ന ഒരാൾ ദൈവം, ഒരാൾ പറയുവാണ്, അപ്പനും അമ്മയും പറയും ഇന്ന ദൈവം, എന്നിട്ട് നമ്മൾ കാണാണ്ട് കുറേ പ്രാർത്ഥന ചെല്ലുക. അതൊന്നും അല്ല പ്രാർത്ഥന. ദൈവമായിട്ട് വർത്തമാനം പറയണതിന് ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ പറയുക, ഒരു അടുപ്പം ഉണ്ടാക്കുക. അതാണ്. നിങ്ങളൊന്ന് കൂട്ടുകൂടി നോക്കിക്കുക, ഭയങ്കര രസമാണ് യേശുവിൻ്റെ കാര്യം. അപ്പോൾ സദൃശവാക്യം 22:44 പറയുക, താഴായ്മയ്ക്കും യഹോഭക്തിക്കും. താഴായ്മ ഉണ്ടാകണേ എപ്പോഴാണ്? ദൈവം ഉള്ളിലുള്ളവനാണ് താഴായ്മ ഉണ്ടാവുള്ളൂ. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടി. പിശാച് നമ്മളിരിക്കുമ്പോഴാണ് അഹങ്കാരം തന്നെ. ഗർവ്, തന്നിഷ്ടം, ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ പണ്ടത്തെ സ്വഭാവം ഓർക്കും. അപ്പോൾ പിശാചാർന്നൊന്നുള്ളിൽ. താഴായ്മയ്ക്ക് യഹോഭക്തിക്കും ഉള്ള പ്രതിഫലം എന്നാണെന്നറിയാവോ? ധനം, മാനം ജീവനുമാകുന്നു. ധനവും മാനവും ജീവനുമാകുന്നു. അതോടുകൂടി എല്ലാം ഇല്ലേ, അവരെ മാനപാത്രാക്കി ഉയർത്തി മാനിക്കും. എല്ലാം ഉണ്ട്. നിത്യജീവൻ, അതൊക്കെ അതിൻ്റെ ഉടമസ്ഥനാകും. എല്ലാം അനുഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കതാ വേണ്ടേ. അപ്പോൾ ദൈവത്തിന് കീഴ്പ്പെടുക. അപ്പോൾ ഗീവവേയുടെ കാര്യം പറയട്ടെ. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഷെയറൊന്നും ചെയ്യണില്ല ആരും. വഴക്കാണ്. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഗിഫ്റ്റ് വോച്ചർ 1000 റുപ്പീസിൻ്റെ ഉണ്ട്. അടുത്ത ദിവസം 31 കഴിയുമ്പോൾ വിളിച്ച് പറയുന്നതായിരിക്കും. പിന്നെ ബ്യൂട്ടി പാർലർ 2-3 ദിവസം കൂടെ ഉണ്ട്. 25% ഡിസ്കൗണ്ട്. ഫേഷ്യലിനെല്ലാം സ്കീമിൽ കൂടുക. സ്വർണം മേടിക്കുക. ഒരു ചലഞ്ചായിട്ട് എടുക്കുക. നമുക്ക് ഇച്ചിരി സ്വർണം മേടിക്കണം. സ്കീമിൽ കൂടുക. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ പണ്ടൊക്കെ പാത്രച്ചിട്ടി വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചോദിക്കുക പാത്രച്ചിട്ടിയോന്ന്. ഞാൻ ഓർക്കുന്നുണ്ട് പാത്രച്ചിട്ടിയുടെയൊക്കെ കാലം. അപ്പം അതുപോലെ കുറവശിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാവരും എന്നോട് പറയാറുണ്ട്, മക്കളെ കെട്ടിക്കുമ്പോൾ ഞാൻ സ്വർണം മേടിച്ചിട്ടേ ഇല്ല, ഞാൻ എല്ലാ വർഷവും ഇത്രയും സ്വർണം മേടിച്ച് വയ്ക്കുമായിരുന്നു. അങ്ങനെയൊക്കെ പണ്ട് കാരണവന്മാർ സമ്പാദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ചിലവ് ഇച്ചിരി കുറയും. ചിലവ് ഇച്ചിരി കുറയ്ക്കണം നല്ലതാണ്. കാരണം എപ്പോഴും ഒത്തിരി ചിലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഇതില്ലെങ്കിലേ നമ്മൾ ചിലവ് മാത്രമായ. അപ്പോൾ അങ്ങനെ ഗോൾഡ് സ്കീമിൽ കൂടെ ആ രേവതി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. 9447575564. അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോ റണ്ണിങ് മെറ്റീരിയൽ ഇത് കണ്ടോ? ഇത് കണ്ടിട്ട് എന്താ മനസ്സിലായേ? ഇതിൻ്റെ അരികത്തൊരു വർക്ക് കൂടെയായ മഞ്ജു വാര്യർ സ്റ്റൈല്. മഞ്ജു വാര്യർ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇട്ടേക്കാതെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്. അല്ലെങ്കിൽ പിന്നെ ഈ വിലയ്ക്ക് കിട്ടുമല്ലോ. 180 അല്ലേ? 180. ഒട്ടും കനയില്ല. ഈ മെറ്റീരിയൽ ഒന്ന് ക്ലോസപ്പ് കാണിച്ചാൽ കേട്ടോ. ഒരു ചെറിയൊരു ഷിമ്മർ ലുക്കുണ്ട്, ചെറുതായിട്ട്. എന്ത് മെറ്റീരിയലാണെന്ന് വെച്ചാൽ എന്ത് മെറ്റീരിയലാണ്? ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ പോലെ. കനമൊന്നുമില്ല, നിഴലടിക്കില്ല. സാരിക്ക് എടുക്കാം, ഫ്രോക്കിന് എടുക്കാം, കുർത്തയ്ക്ക് എടുക്കാം, എന്തിനു വേണേലും എടുക്കാം. ഭയങ്കര രസകരമായ ഫ്ലോറൽ പ്രിൻ്റ്. പെട്ടെന്ന് എടുത്തോട്ടെ, കുറച്ചേ ഉള്ളൂ. ഞാൻ കുറേ ചോദിച്ചത്, പക്ഷെ കിട്ടിയില്ല. എല്ലാവർക്കും വീതം വെച്ചപ്പോൾ എനിക്കും കുറച്ചേ കിട്ടിയുള്ളൂ. 180 ഉള്ളേ. ഭയങ്കര രസമുള്ള ഫ്ലോറൽ പ്രിൻ്റ് അല്ലേ? ഇത് ഭംഗിയാന്ന് നോക്കിക്കേ. ഒത്തിരി രസമുള്ളതല്ല എന്നും അതേല്ലോ. ഇത് കണ്ടോ? മൽച്ചന്തേരിയിൽ ഇതിന് പിന്നെയും വലിച്ചുകൊണ്ട് പോവാം. മൽച്ചന്തേരി ചേച്ചി ചന്തഗിരി എന്ന് പറഞ്ഞു. മൽച്ചന്തേരി. അതിൽ മൽച്ചന്തേരിക്ക് തന്നെ ഭയങ്കര വിലയാണല്ലോ. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിയുള്ള റണ്ണിങ് മെറ്റീരിയൽ മൽച്ചന്തേരി ആട്ടോ. അതിൽ ഗോൾഡൻ ത്രെഡും. നമുക്ക് സാരിക്കൊക്കെ നല്ലതാട്ടോ. 350 രൂപയുള്ളൂ. എന്ത് രസം നോക്കി. ഇപ്പോൾ ഈ പിള്ളേരൊക്കെ ചുമ്മാ ഇങ്ങനെയല്ലേ സാരി ഇടണമൊക്കെ, ചുമ്മാ ഇങ്ങനെ ഇടുമല്ലേ. അതിൻ്റെ പ്ലെയിൻ എത്ര? 250. അതും അതുപോലെ തന്നെ സോഫ്റ്റ് ആട്ടോ.
ഇത് കുർത്ത, ബോട്ടത്തിന് അവരോട് വെച്ചാൽ മതി, വേറെ തുണി തരും. ഷോള്, സാരി ഒക്കെ എടുക്കാം കേട്ടോ. ഇതും പെട്ടെന്ന് തീരും കേട്ടോ, കാരണം നമ്മൾ ആദ്യമായിട്ട് കാണിക്കണ കാരണം റീസ്റ്റോക്കൊക്കെ വരുമ്പോൾ അല്ലാണ്ട് കിട്ടില്ല. റീസ്റ്റോക്ക് വരുമ്പോൾ ഒത്തിരി ഒരുമാതിരി ഓർഡർ ചെയ്യും. ഇത് കാണിക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ കുറേ കളേഴ്സ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ല കേട്ടോ. 250 അല്ലേ, 250യുടെ അതിൻ്റെ ഒരു കുറേ കളേഴ്സ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സിൽക്ക് ഓർഗൻസിയ ഇതിൽ ഈ ടൈപ്പിൽ എനിക്കിപ്പോൾ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഈ മെറ്റീരിയൽ കേട്ടോ. അതിൻ്റെ പ്ലെയിൻ എത്രയാണ്? 130. ഇനി ഫങ്ഷനുകൾ വരിക, അതിന് സെറ്റ് ചെയ്യാനൊക്കെ ഒരു വെറൈറ്റി നല്ല ആ സ്കാലപ്പിൽ എന്ത് വൃത്തിയായിട്ട് അവർ വർക്ക് ചെയ്തേക്കണേ, എന്ത് മനോഹരമായിട്ടാ, അടിപൊളിയായിട്ട്. ഹാഫ് സാരി ഇതിനൊക്കെ ചേരും. കുറേ കളേഴ്സ് വന്നിട്ടുണ്ടേ. കാണിക്കാം. $250, $130. നല്ല റെഡ്. ഞാനിന്ന് റെഡ് ഇട്ടപ്പോൾ ഇന്ന് എല്ലാവരും പറയും എങ്ങനത്തെ ചുരിദാർ ഇട്ടാൽ മതി മുഖത്തിന് കളർ കിട്ടാൻ. ചുമ പിടിച്ചിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. 250, 130. പേസ്റ്റൽ കളർ വേണ്ടവർക്ക് പേസ്റ്റൽ കളറും വന്നിട്ടുണ്ട്. ഹാഫ് സാരി, ഇത് സാരി ബ്ലൗസ് ഇതാക്കാം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒത്തിരി നിങ്ങൾക്കടെ കുർത്ത ഇത് ഷോളാക്കിയിട്ട് ആ പ്ലെയിൻ ടോപ്പാക്കാം, ടോപ്പും ബോട്ടോ ഇതാക്കാം, എന്നിട്ട് ഷോൾ ഇതാക്കാം. അങ്ങനെയൊക്കെ അതിമനോഹരമായിട്ട് നിങ്ങളിൽ ഒത്തിരി നല്ല ഡിസൈനർമാർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഞങ്ങളെ ഹാപ്പി കസ്റ്റമറിൻ്റെ പഴയിട്ട് വരുമ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോകാറുണ്ട്. എന്ത് ഭംഗിയില്ല, ഈ റണ്ണിങ് മെറ്റീരിയൽ തന്നെയാണോ ഇതൊക്കെ ഞാൻ ആലോചിച്ച് പോകാറുണ്ട്. പേസ്റ്റൽ പിങ്ക്, $250, $130. ഇനി കോറാക്കോട്ടയുടെ മൽക്കോട്ടനല്ല കേട്ടോ, കോറാക്കോട്ട. അതിൻ്റെ കോറാക്കോട്ടയ്ക്ക് തുണി വ്യത്യാസമുണ്ട് കേട്ടോ. മൽക്കോട്ടനും കോറാക്കോട്ടയ്ക്കും ദേ എത്ര? അതിന് 230. ഇതിന് 230. ഇത് നല്ല രസമല്ലേ? 230 രൂപയ്ക്ക് ഇത് പെട്ടെന്ന് തീരും കേട്ടോ. എടുത്ത് നോക്കാമല്ല. ഇത് 120, ഇത് 230. ഇതിൻ്റെ ഫ്രോക്ക് അടിച്ചിടുക, അല്ലെ കുർത്ത, വിഷുവിന് സാരിക്ക് വേണമെങ്കിൽ സാരി സെറ്റ് മുണ്ടും ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ സെറ്റ് മുണ്ടും ഒക്കെ ഉണ്ടാക്കണം. ഭയങ്കര ഇവിടെയൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത ആൾക്കാരെടുക്കണം. ഇത് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു ഡാർക്ക് കളറിൻ്റെ ഇതെടുക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേസ്റ്റ് ചാർട്ട് അടിപൊളി സംഭവം. 110 ഓഹോ, ഇതിന് 110 ഉള്ളേ. വെള്ള വില മാറിയൊന്നും പോയല്ലോ അല്ലേ. 110 ബ്രിക്ക് കളർ. 130 എഴുതിയത് 110 ആയതാണോ? 2-3 നോക്കിയേ, എല്ലാത്തിലും സെയിം പോലെയാണോ? അതെയോ? സിൽവർ. എന്നാൽ സ്വർണത്തിന് ഇപ്പോൾ വില കൂടിയിട്ടായിരിക്കും, മറ്റേതിന് ഗോൾഡൻ വർക്കായിരുന്നോ? അതാ, സിൽവറിന് അത്രയും വിലയില്ലല്ലോ. 110. പെട്ടെന്ന് എടുത്തോ കേട്ടോ. അടിപൊളി സംഭവം. സാരിക്ക്, ഫ്രോക്കിന്, ലാച്ചയ്ക്ക് ഒക്കെ നല്ല രസമാണ്. അടിപൊളി കളേഴ്സാണ്, നല്ല കളേഴ്സാണ് കേട്ടോ. സൂപ്പർ കളേഴ്സാണ്. അല്ല 110, സോറി, പിന്നെ 130 ചിന്ത. നല്ലൊരു സൈസ് ഒരു പീച്ചും ഓറഞ്ചും കൂടെ കൂടി നല്ലൊരു രസമുള്ള എല്ലാ കളേഴ്സും ഇതിൻ്റെ ഭയങ്കര രസമാണ് കേട്ടോ.
വില 110 രൂപയുള്ളൂ എന്ന് ചിന്തിക്കണേ. ഇപ്പം തന്നെ തീരും. ഈ വിലക്കിപ്പോൾ ഇനിയുണ്ടോ കളേഴ്സ്? $110 തന്നു. ഇത് 350. ഇത് മൽക്കോട്ടനാണ് 350. അതിൻ്റെ വർക്കുകൾ ശ്രദ്ധിക്കണം, നിറച്ച് വർക്കുണ്ട്. പിന്നെ സീക്വൻസ് വർക്കും ഉണ്ട്. പ്ലെയിൻ എത്ര? ഇത് 350. നല്ലൊരു പിങ്ക് 150. ഇതിൻ്റെ പ്ലെയിൻ 350. ഇതൊക്കെ പെട്ടെന്ന് തീരൂട്ടോ. അവൈലബിൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണ്ട. എത്ര മീറ്റർ എന്ന് ഇട്ടേരെ. വെബ്സൈറ്റിൽ എടുക്കുന്നവർ അങ്ങനെ എടുക്കുക, അല്ലാത്ത വാട്സപ്പിലാണെങ്കിൽ ഇത്ര മീറ്റർ എന്ന് ചോദിക്കാം. 10 മണി മുതൽ 6 മണി വരെ ഉണ്ട്. പിന്നെ ഇന്ന സമയത്ത് കേട്ടോ എന്നാ തിങ്കളാഴ്ച ഇത് അയക്കിൽ നടക്കുള്ളൂ. എല്ലാം മുറിച്ച് അളന്ന് പറക്കി നല്ല പാടല്ലേ റണ്ണിങ്ങിൻ്റെ. ഇത് നമ്മുടെ സ്ഥിരം സംഭവം 299. ഇത് ബ്ലൗസ്, സാരി, കുർത്ത. ഇത് ഇങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് താരമായിട്ടിരിക്കുക. അവസാനം വരെ സൂപ്പർ സംഭവങ്ങളാട്ടോ. ഇത് നമ്മുടെ 150ൻ്റെ കാന്തയൊന്നുമില്ല, പ്രിൻ്റേ ഉള്ളൂ കാന്തയുടെ. പ്യുവർ കോട്ടൺ ആട്ടോ. 150 രൂപയുടെ കോട്ട് സെറ്റിനൊക്കെ നല്ലതാണ്. ഇതും കോട്ട് സെറ്റിന് സൂപ്പർ ആട്ടോ. 150 രൂപ. ഈ മൊഡാലിൻ്റെ പ്ലേറ്റ് ഇതിലൊക്കെ ഹാൻഡ് വർക്ക് ചെയ്യണം. ടോപ്പും ഫോട്ടോ എടുത്തിട്ടെ. അടിപൊളി. എത്രയാ? 350 രൂപയുള്ളൂ കേട്ടോ. ഞാൻ ഇട്ടേക്കണ മൊഡാല് നമ്മുടെ സെറ്റ് വന്നതാണ്. ഇതിന് എത്രയായിരുന്നു? 3700. നിങ്ങൾക്ക് ക്ലോസപ്പ് നോക്കി അറിയാം കേട്ടോ ഈ സ്റ്റഫുകളുടെ വ്യത്യാസം. സെറ്റി വന്ന മൊഡാലിൻ്റെ തുണിയും ഇതിൻ്റെ മൊഡാലിൻ്റെ തുണിയും നോക്കി ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ശരിക്കും ഭയങ്കര ചേഞ്ച്. ഇത്രയും ക്വാളിറ്റി ഒന്നുമില്ല ഈ സെറ്റി വരുമ്പോൾ. ഇച്ചിരി ഹാൻഡ് വർക്ക് ചെയ്ത എത്ര? ഷോൾ 1599. ഇത് 350. ആ ഷോള് ഇതിലേക്ക് വയ്ക്കാം. പിന്നെ കളർ എടുത്ത് കാണിക്കും. ഷോള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ എടുത്തോട്ടോ. ഞാൻ ഇപ്പോൾ ഈ കളറിലാകുമ്പോൾ ഷോള് 1699. ഈ ഷോളിപ്പോൾ വെച്ചത് 1699. 2 ഷോളോ ഉള്ളോ? എല്ലാം ഇതിൽ വയ്ക്കാം. ഇനി എല്ലാത്തിലും ഷോളും വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. നല്ല ഷോള് അങ്ങനെ കാണിക്കാം. അങ്ങോട്ടെല്ലാം തിരിക്കാം. അല്ലെ ബ്ലാക്കിൻ്റെ മേളിൽ വെച്ചേ കാണിക്കാറുണ്ട് അല്ലേ? എന്നാൽ ബ്ലാക്കിൽ വെച്ച് കാണിക്കാം. ഇതിന് 350 കേട്ടോ. എന്നാൽ ബ്ലാക്കിങ് എടുത്തു. ടോപ്പും ബോട്ടവും കൂടെ മൊഡാലെടുക്കണ കേട്ടോ. ഈ വേനക്കും ഇടാൻ പറ്റിയൊരു മെറ്റീരിയലാട്ടോ. ചൂടില്ല, ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ടോപ്പും ബോട്ടോടെ ഇങ്ങനെ ഇതെടുക്കാം. ഇത് 1699 ഷോളിന്. ഇത് 350. എന്നാൽ പോലും എൻ്റെ സെറ്റിൻ്റെ വിലയില്ല. ഇതിന് 3000 അല്ലായിരുന്നു ഈ സെറ്റിന് അല്ലേ? ഇത്രയും ക്വാളിറ്റിയുടെ ഒറിജിനൽ ഇതും കിട്ടും. എന്നാ രസമുള്ളല്ലോയാ. ഇതേ 350 കേട്ടോ. അടിപൊളി സാരി. ഇതിൽ നമുക്ക് വർക്കൊക്കെ ചെയ്യാം കേട്ടോ. 1699 ഷോളാട്ടോ ഇത്. കോളറും വീയൊക്കെ ഇങ്ങനെ വെച്ചോ എന്തെങ്കിലും ഫാഷനിൽ. അല്ലെങ്കിൽ സാരിക്കായാലും ഇങ്ങനത്തെ സാരി നമ്മൾ താഴെ കൊണ്ടുവന്ന് എത്രയാ മിറർ വർക്കിൻ്റെ ഒരു സാരി തന്നെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നറിയാമോ? എത്ര നല്ല വില ഉണ്ട്.
ഇത് 350 വെച്ച് 2000 രൂപയല്ലേ ആവുള്ളൂ സാരിക്ക്. ഇത് കണ്ടോ, ഈ കോഫി ബ്രൗൺ എന്ത് രസം നോക്കിയത്. ആയിരത്തി 599 ഷോളിനെ. ഇത് 350 കേട്ടോ. ഇത് റീസ്റ്റോക്ക് ആട്ടോ, ഞാൻ പറഞ്ഞല്ലേ 250 ആണ്. ഇത് വാഷ്ഡ് ഹാൻഡ്ലൂം, ഇതിൽ ഭയങ്കര കൂടിയതാട്ടോ, ബ്ലോക്ക് പ്രിൻറ്റും ആണ്. ഒരു ചെക്ക് തുണിയാട്ടോ, അടിപൊളി സംഭവമാണ്. $250 കേട്ടോ. ടോപ്പും ബോട്ടോടെ എടുത്താൽ മതി. വെള്ളമൊന്നും അടിക്കില്ല, ലൈനിങ് ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കണേ ഇഷ്ടം, ലൈനിങ് ഒന്നും വേണ്ട. മൽക്കോട്ടൻ. ഈ വില കുറയുമ്പോൾ അതിൻ്റെ വർക്കിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൽ വൈറ്റ് മാത്രമാണ്, ഭയങ്കര രസം കേട്ടോ. ഇതിൻ്റെ കുർത്തകൾ ഒത്തിരി ഇൻസ്റ്റയിൽ നിന്ന് ഇതിൻ്റെ പടമൊക്കെ ഇട്ടേരെ കേട്ടോ. ഇതൊക്കെ എല്ലാ ഇൻസ്റ്റയിലൊക്കെ ഇതാണ് ഇപ്പോൾ തകർത്താറുന്നത്. ഇത് 299 അല്ലേ. ഇതോ 170. ഇത് പ്ലെയിന് 170, ഇത് 299. നല്ല പേസ്റ്റ് കളേഴ്സാണ് വന്നേക്കുന്നത് എല്ലാം. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഫങ്ഷനൊക്കെ എല്ലാവരും അയ്യോ കുഞ്ഞു എനിക്ക് ടർക്കിയിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന ഇതാട്ടോ മോതിരം. ടർക്കിഷ് മോതിരം എന്ത് നല്ല രസമുണ്ടല്ലേ. പുറത്തിറങ്ങുമ്പോൾ വേറൊരു കളർ വരുവേ. ചുമ്മാ കുഞ്ഞിന് വലിയ സന്തോഷമാകട്ടെ. ഇനി അടുത്ത് പോകുമ്പോൾ എനിക്ക് ഒത്തിരി മേടിച്ചോണ്ട് കഴിക്കും, വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ. ഇത് 299, അത് 170. നല്ല പൗഡർ ബ്ലൂ അല്ലേ ഇത്. അടിപൊളിയാണ്, പെട്ടെന്ന് എടുത്തോ. ഇതെല്ലാം ഈ 44 ഇഞ്ച് വീതി അങ്ങനത്തെ. ഇത് സാരിക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് സാരിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. വീതിയൊക്കെ ഉണ്ട് സാരിക്ക്. വീതി ഉണ്ട് കേട്ടോ ഉടുക്കുമ്പോൾ. അല്ല ഉടുത്ത് ഇങ്ങനെ നോക്കണ്ടേ. ഇത് ഉണ്ട്, ഇരിക്കണ്ട കേട്ടോ. ആരുടെ പൊക്കമുള്ളവരൊന്നും എടുക്കരുത് കേട്ടോ. നല്ല കളേഴ്സാ. ഇതും പെട്ടെന്ന് തീരും. ഇതൊക്കെ കൊണ്ടുവന്ന സെക്കൻഡിനുള്ളിൽ തീരും. ആയിരിക്കുന്നത് വേറെയാണ്. ഇപ്പറ ശേഷം ഇപ്പറ എന്നാൽ ഇനി ഫുൾക്കാരി കാണാവേ. ബോട്ടിൽ ഗ്രീൻ അടിപൊളി. ഇപ്പം ഒരു ടീച്ചർ ഇച്ചിരി മുമ്പ് സാരി മുറിക്കുണ്ടായിരുന്നുണ്ട്. ഇത് ഒരു നിത്യയൂനം എന്നൊക്കെ പറയണ പോലെ കേട്ടോ. ഫുൾക്കാരി ഇങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കും. ഉടുത്താലും ലുക്കാ, ഉടുപ്പിട്ടാലും കുർത്തയടിച്ചാലും ഒക്കെ. 170 കട്ട് വർക്കിൻ്റെ ഫുൾക്കാരി കേട്ടോ. ഫുൾക്കാരി ഒന്നും ഇപ്പം അധികം കിട്ടാനില്ലാണ്ടായി തുടങ്ങി കേട്ടോ. അതിൻ്റെ സാരിക്കൊക്കെ എല്ലാവരും എടുത്തു തുടങ്ങിയ പിന്നെ തോന്നും. 170. നമുക്കിപ്പോൾ മറ്റും ദൂരം കിട്ടുമായിരുന്നു. 170 കേട്ടോ. സ്ലബ് സിൽക്ക് കിട്ടാനില്ല കേട്ടോ. അതുപോലെയാണ് എല്ലാവരും അത് കൊണ്ടുവരല് കുറച്ചു. 170. നല്ലൊരു ലൈലാക്കല്ല പിൻകൂടെ കൂടിയത്. ഇതിന് ഇച്ചിരി വീതി കുറവാട്ടോ. 36 ഇഞ്ച് വീതിയുള്ളൂ. ഇത് 199 കേട്ടോ. പക്ഷെ
ഫുൾ ഇങ്ങനെ ഫിൻഡെക്ക് ഇങ്ങനെ അടിച്ചേക്കണതാട്ടോ. അത് കാരണം അതിൻ്റെ വീതി കുറഞ്ഞു പോയതാണ് 44-ൻ്റെ. ഫുള്ള് ഫിൻഡെക്ക് അടിച്ചേക്കണേ. സൂപ്പർ തുണിയാട്ടോ, നല്ല ഗ്രാൻഡ് തുണിയാണ്. അപ്പോൾ നമ്മൾ 2.5 എടുക്കേണ്ടടുത്ത് 3 എടുക്കേണ്ടവർ. ഹാഫ് കൈക്ക് കുഴപ്പമില്ല. 199. അടിപൊളി കളേഴ്സാണ്, പെട്ടെന്ന് എടുത്തു. ഇന്നത്തെ തീർന്നോ? അപ്പോൾ ഇന്നത്തെ തീർന്നു. പെട്ടെന്ന് എടുത്ത് മുറിച്ച് തീർത്തു. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച വീട്ടടുത്ത് കാണാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിൻ്റെ കേട്ടോ, അല്ലാത്ത വീഡിയോ എല്ലാ ദിവസവും വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.